ഇതാണ് കുടച്ചാതയുടെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. കുടച്ചാതയിൽ 2 അമ്പലങ്ങളുണ്ട്. ഒരു ഗുഹ, ഒരു മണ്ഡപം, തീർത്ഥം കാണാനിരിക്കുന്നത്. അതിൽ മെയിൻ അമ്പലം ഇതാണ് മൂലസ്ഥാനം. കുടച്ചാതിരിൽ കുടികൊള്ളും മഹേശ്വരി കേട്ടിട്ടുണ്ടാവും. ഗണേശന് ശിവനും ദേവിയാണ് ഇവിടെ ഉള്ളിൽ പ്രതിഷ്ഠയിരിക്കുന്നത്. ആദ്യയുഗത്തിൽ സപ്തഋഷികൾ ഹിമാലയത്തിൽ പ്രതിഷ്ഠ ചെയ്ത വിഗ്രഹങ്ങൾ. 2ാം യുഗത്തിലെ മല ഇവിടെ വന്നു. 3ാം യുഗം മൂകാസുരനെ വധയ്ക്ക് വേണ്ടിയിട്ട് കോലമഹർഷി ഇവിടെ വന്ന് അമ്മയുടെ പ്രാർത്ഥന ചെയ്യും. പിന്നെ കലിയുഗത്തിലെ ആചാര്യ ശങ്കർ ഇവിടെ വന്നു വിദ്യാബുദ്ധിക്ക് വേണ്ടിയിട്ട് സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സ്തുതിച്ച് സാക്ഷാത്കരിച്ചത് ഇവിടെയാണ്. ദേവി പ്രത്യക്ഷപ്പെട്ട യഥാർത്ഥ സ്ഥലം ആചാര്യ ശങ്കർക്ക് ഇതന്നെയാണ്. ഇതാണ് മൂലസ്ഥാനം. ഇവിടെ ഇരിക്കുന്ന 64 തീർത്ഥങ്ങൾ കൊല്ലൂരിൽ സൗപർണിക്കായിട്ട് പോകും. ഇവിടെ ഇരിക്കുന്ന ദേവി കൊല്ലൂരിൽ മൂകാംബിക സ്വരൂപത്തിൽ ഇരിക്കും. ഇതാണ് മധ്യഭാഗം, മെയിൻ അമ്പലം. പിന്നെല്ലാം ഉപസ്ഥലങ്ങളെല്ലാം കാണും. ശങ്കരപീഠം, ചിത്രമൂല, ഗുഹ, ഗണേശൻ ഇങ്ങനെയെല്ലാം ഉണ്ട്, കാണാനുണ്ട്. ഇത് പ്രധാനപ്പെട്ടതാണ്. ശരി.